പോലെ പോലെ പോലെ. അപ്പോൾ ഇന്നത്തെ യാത്ര എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആലപ്പുഴയ്ക്കാണ്. പതിവ് പോലെ തന്നെ വൈറ്റില സ്റ്റാൻഡിലെത്തി നമ്മുടെ ചേച്ചിമാരുടെ കടയിൽ നിന്ന് ഒരു ഇലയപ്പവും നെയ്യപ്പവും വാങ്ങിച്ചു. ഇപ്പോൾ കാണിച്ച പോലെ സീറ്റിൻ്റെ സൈഡിലൊന്നും ഞാൻ വെച്ചില്ല. അതിൻ്റെ ബാക്കി വന്ന കവറിൻ്റെ അകത്ത് വെച്ച് എൻ്റെ ബാഗിൽ തന്നെ അങ്ങ് ഹോൾഡ് ചെയ്തു. ലോട്ടറിക്കാരൻ ചേട്ടൻ ആ ചേട്ടനെ ചിരിച്ച് വീഴ്ത്തി പുള്ളിയുടെ കയ്യിൽ നിന്നൊരു ലോട്ടറി എടുപ്പിച്ചു. പക്ഷേ അതൊന്നുമല്ല എൻ്റെ ശ്രദ്ധയിൽ പോയത്. ഈ പോകുന്ന അച്ഛനും അമ്മേനെയും കണ്ടോ? ഇവർ ഇത്രയും നേരം ആ ബസ്സിൻ്റെ പിന്നിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവർ ആ ബസ്സിൻ്റെ പിന്നിൽ നിന്ന് മാറുകയും ബസ് പുറകോട്ട് എടുക്കുകയും ഒരുമിച്ചാണ്. അപ്പം നമ്മളാണെങ്കിലും ഒന്ന് ശ്രദ്ധിക്കുക. ഞാൻ ഇപ്പോൾ എത്തിയിരിക്കുന്ന ആലപ്പുഴയിലുള്ള നമ്മുടെ കൃപാസനത്തിലാണ്. കാരണം ഞാൻ അവിടെ ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട്, എല്ലാ മാസത്തിലും ഒരു ദിവസം ഞാൻ അവിടെ വന്നിരിക്കാമെന്ന്. അങ്ങനെ ഞാൻ മാതാവിൻ്റെ അടുത്ത് നിന്ന് പ്രാർത്ഥിച്ചു. അവിടെ ഒരു അരമണിക്കൂർ സ്പെൻഡ് ചെയ്തു. അതിൻ്റെ പകുതി നേരം ഞാൻ ഉറങ്ങിയായിരുന്നു, യാത്രാക്ഷീണം ഉണ്ടായിരുന്നു. അവിടുന്ന് നേരെ ബസ് കയറി ഞാൻ ആലപ്പുഴ സ്റ്റാൻഡിലെത്തി. അവിടെ നല്ല കാറ്റും മഴയുടെയും കോളുണ്ടായിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, അവിടുന്ന് കോട്ടയം വണ്ടിക്ക് കയറി കോട്ടയത്തിന് നേരെ എത്തി. ചെന്നിറങ്ങിയതോ ഒരു പള്ളിപ്പെരുന്നാളിനുള്ള ആളുണ്ടായിരുന്നു സ്റ്റാൻഡിൽ തന്നെ. പിന്നെ പറയണ്ടല്ലോ, ക്യാമറയായി ഞാൻ അവരുടെ ഇടയിലൂടെ നടന്നു. അവിടുന്ന് കുറച്ച് വിഷ്വൽസ് ഞാൻ ക്യാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല മഴയുണ്ട്. ആ മഴയത്ത് എല്ലാവരും ചായ കുടിക്കാനായിട്ടും തട്ടുകടയിൽ കൂടെയും എല്ലാം തേരാപ്പാര ഓട്ടമായിരുന്നു. ഇതിൻ്റെ ഇടയിൽ എൻ്റെ കണ്ണിൽപ്പെട്ടതാണ് ഈ മനുഷ്യൻ. ആരാണെന്നോ എന്താണെന്നോ ഒന്നും അറിയില്ല. എന്നാൽ നമ്മളെക്കൊണ്ട് സഹായിക്കാൻ പറ്റുന്ന ഒരു ചെറിയ സഹായം ചെയ്ത് ഞാൻ അവിടുന്ന് ക്യാമറ മാറ്റി. നല്ല മഴയുണ്ടായിരുന്നു, നല്ല തണുപ്പുമായിരുന്നു. അപ്പോൾ പിന്നെ ഒന്ന് ഓർത്തു ഒരു ചായ കുടിച്ചേക്കാന്ന്. പിന്നെ ഒന്നും നോക്കിയില്ല, ഒരു ചായ അങ്ങ് ഓർഡർ ചെയ്തു. പിന്നെ പൊതുവേ കാണുമല്ലോ ബസ്സിൻ്റെ സമയം നോക്കാൻ വേണ്ടി ഇതുപോലെ ഒരു ക്യൂ. പിന്നെ ഇത് പറയാൻ എന്താ കാരണമെന്ന് ചോദിച്ചാൽ ഇത് ഈ ചേച്ചിയാണ്. ഗുഡ് കസ്റ്റമർ സർവീസ് കമ്മ്യൂണിക്കേഷൻ. നല്ല മഴയും ട്രാഫിക്കും കാരണം ബസ്സെല്ലാം ലേറ്റ് ആയിട്ടാണ് വന്നത്. പക്ഷേ ഈ ചേട്ടൻ ആ ദേഷ്യം മൊത്തം തീർത്തത് സർവീസിലുള്ളവരോടാണ്. പിന്നെ എൻ്റെ ഒരു ഫിലോസഫി പറയുവാണെങ്കിൽ ഇരുളിലൂടെയുള്ള യാത്ര ആമസോൺ കാടുകൾ പോലെയാണ്. വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ കാണുന്നതിൻ്റെ അപ്പുറം ചിലതൊക്കെ കണ്ടില്ല എന്ന രീതിയിൽ നടിക്കണം. അങ്ങനെ ഞാൻ എൻ്റെ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ മെയിനായിട്ട് ഈ കുരിശുള്ളിയെ വന്നൊന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകാറുള്ളത്. അപ്പോൾ അടുത്ത വിശേഷങ്ങളുമായി പിന്നെ കാണാം.